ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബൂട്ട്സ്ട്രാപ്പ് ബട്ടൺ ക്ലാസ്സിനെ കുറിച്ചാണ്. സോ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബട്ടൺസ് നമുക്ക് എങ്ങനെ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായി നോർമലി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ബട്ടൺ എലമെൻറ്റ്, അതിനുള്ളിൽ നമ്മൾ ക്ലിക്ക് മീ എന്ന് കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ ടൈപ്പ് നമ്മൾ ബട്ടൺ എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഈ ഒരു ഇതുപോലെയുള്ള ഒരു ബട്ടണാണ് ലഭിക്കുന്നത്. സോ ഇനിയാണ് നമ്മൾ ഇതിലോട്ട് ക്ലാസ് അസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ബട്ടൺ ക്ലാസ് നെയിം നമ്മൾ BTN എന്നാണ് ബട്ടൺ ക്ലാസ്സിൻ്റെ നെയിം. അതിനുശേഷം നമ്മൾ അതിൻ്റെ കളറും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നു. അതിൽ ആദ്യമായി വരുന്നത് BTN പ്രൈമറിയാണ്. സോ BTN പ്രൈമറി കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ BTN പ്രൈമറി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാസ് കൊടുത്തപ്പോൾ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബട്ടൺ നമുക്കിവിടെ ലഭിച്ചു. സോ ഇതിന് മുകളിൽ നമ്മൾ മൗസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ചില ഒരു ഓവർ എഫക്റ്റും മറ്റുമെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് മറ്റു ബട്ടണും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ നമുക്ക് 2 ബട്ടൺ ഇതുപോലെ ലഭിക്കുന്നു. സോ നമുക്കൊരു 2 BR ടാഗ് കൊടുക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ ലഭിച്ചോളും. സോ നമുക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ബട്ടൺ. സോ രണ്ടാമത്തെ ബട്ടണിൽ നമ്മൾ ക്ലാസ് നെയിം കൊടുക്കുന്നത് ബട്ടൺ നമ്മൾ നേരത്തെ കളറിൽ പഠിച്ച അതേ ക്ലാസ് നെയിം തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. സോ സെക്കൻഡറി സേവ് ചെയ്യാം. സോ നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഈ ഒരു ഗ്രേ കളറുള്ള ഒരു ബട്ടൺ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ഈ ലൈൻ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെന്ന് പറയുന്നത് ബട്ടൺ സക്സസ് ആണ്. സോ BTN സക്സസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പച്ച നിറത്തിലുള്ള ഒരു ബട്ടൺ ലഭിക്കുന്നു. സോ അതുപോലെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ബട്ടൺ ഡേഞ്ചർ സേവ് ചെയ്യാം. സോ ഈ തരത്തിലുള്ളൊരു ബട്ടൺ ലഭിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇത്രയും ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ക്ലാസ് നെയിം കൊടുത്താൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ബട്ടൺ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ബട്ടൺ വാർണിംഗ് ആണ്, സേവ് ചെയ്യാം. ഈ തരത്തിലുള്ള ബട്ടൺ ലഭിക്കുന്നു. അതുപോലെ ബട്ടൺ ഇൻഫോ, അതുപോലെ ബട്ടൺ ലൈറ്റ്, അതുപോലെ ബട്ടൺ ഡാർക്ക് സേവ് ചെയ്യാം. സോ ഇതാണ് ബട്ടൺ ഡാർക്ക്, ഇത് ബട്ടൺ ലൈറ്റ്, ഇൻഫോ. സോ വളരെ വ്യത്യസ്ത രീതിയിലുള്ള ബട്ടൺസ് നമുക്ക് വളരെ ഈസിയായി പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായി നമുക്കൊരു ക്ലാസ് കൂടിയുണ്ട്, അതാണ് ബട്ടൺ ലിങ്ക്. അതെന്ന് പറയുന്നത് നോർമൽ നമ്മുടെ ലിങ്ക് പോലെ തന്നെയായിരിക്കും. സോ ഈ ഒരു രീതിയിലുള്ള സംഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഇതാണ് പ്രധാനപ്പെട്ട ബട്ടൺ ക്ലാസ്സസ് എന്ന് പറയുന്നത്. സോ ബട്ടൺ പ്രൈമറി, സെക്കൻഡറി, സക്സസ്, നമ്മൾ ഏത് ക്ലാസ്സാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ബട്ടൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഔട്ട്ലൈൻ ബട്ടണാണ്. സോ ഔട്ട്ലൈൻ ബട്ടൺ നമ്മൾ കൊടുക്കേണ്ട ക്ലാസ് എന്ന് പറയുന്നത് ഈ ബട്ടൺ പ്രൈമറിൻ്റെ ശേഷം നമ്മൾ ബട്ടൺ പ്രൈമറി എന്ന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബട്ടൺ അതുപോലെ ഔട്ട് ലൈൻ എന്ന് കൊടുക്കുക. ഔട്ട്ലൈൻ എന്ന് കൊടുത്ത് ഒരു കൊടുക്കുക, സേവ് ചെയ്യുക. സോ നമുക്ക് ഇതുപോലെയുള്ള ഔട്ട്ലൈൻ ഉള്ളൊരു ബട്ടൺ ലഭിക്കും. സോ അതിന് മുകളിൽ മൗസ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു ഫിൽ എഫക്റ്റും ലഭിക്കുന്നതായിരിക്കും. വളരെ വ്യത്യസ്തമായൊരു സ്റ്റൈലാണ്. സോ അതുപോലെ ബാക്കി എല്ലാത്തിനും നമുക്കിതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഔട്ട്ലൈൻ എന്ന് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്കിതുപോലെ ലഭിക്കും. ബാക്കി എല്ലാത്തിനും നമുക്ക് ഔട്ട്ലൈൻ ആഡ് ചെയ്യാം. സോ ഔട്ട്ലൈൻ സക്സസ്. സോ നമുക്ക് ഇതുപോലെ ലഭിക്കും. നമ്മൾ മൗസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കളർ നമുക്കവിടെ ഫിൽ എഫക്റ്റായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഔട്ട്ലൈൻ ഡേഞ്ചർ, അതുപോലെ ഔട്ട്ലൈൻ വാർണിംഗ്, അതുപോലെ പിന്നെ വരുന്നത് ഔട്ട്ലൈൻ ഇൻഫോ, പിന്നെ ഔട്ട്ലൈൻ ഡാർക്ക്, ഔട്ട്ലൈൻ ലൈറ്റ്, ഓക്കെ, അതുപോലെ ഔട്ട്ലൈൻ ഡാർക്ക്. സോ അവസാനത്തെ BTN ലിങ്കിന് നമുക്ക് ഔട്ട്ലൈൻ അസൈൻ ചെയ്യാൻ സാധിക്കില്ല. സോ ഈ ഡാർക്ക് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ സ്റ്റൈൽ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ മൗസ് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഫിൽ എഫക്റ്റും മറ്റും ലഭിക്കുന്നു. ഇതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ബട്ടൺസുകൾ നമുക്ക് വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ തൽക്കാലം ഞാൻ ബട്ടൺ പ്രൈമറി തന്നെ ആക്കുന്നു. ബട്ടൺ പ്രൈമറി ആക്കുന്നു. സോ ഇതിൻ്റെ സൈസ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കാം. സോ നമ്മൾ ഇവിടെ BTN LG എന്ന് കൊടുക്കുക. BTN LG എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കുറച്ച് കൂടുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ചെറിയ ബട്ടണാണ് കൊടുക്കേണ്ടതെങ്കിൽ ഞാനിവിടെ BTN SM എന്ന് കൊടുക്കുന്നു.
സേവ് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ സെക്കൻഡറി ബട്ടൺ നമുക്ക് കുറച്ച് മറ്റുള്ള ഒറിജിനൽ സൈസിൽ നിന്നും കുറച്ച് ചെറുതായി നിന്നും. സോ നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ മാറ്റി കൊടുക്കാം, സേവ് ചെയ്യാം. സോ നിങ്ങളിവിടെ കാണാം ഇത്തരത്തിൽ. ഇത് നമ്മൾ വലിയതാക്കി അതിന് നമ്മൾ കൊടുക്കേണ്ട ക്ലാസ് നെയിം BTNLG ആണ്. സോ ചെറുതാക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത് BTNSM ആണ്. ഇത്തരത്തിൽ നമുക്ക് വിവിധ തരത്തിൽ സൈസിലുള്ള ബട്ടൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അഥവാ ഡിസേബിൾഡ് ബട്ടൺ കൊടുക്കണമെങ്കിൽ സോ നമ്മൾ ഏത് ബട്ടണാണോ ഡിസേബിൾ ചെയ്യുന്നത് ആ ബട്ടൻ്റെ ഓപ്പണിംഗ് ടാഗിനുള്ളിൽ പോയതിന് ശേഷം ഡിസേബിൾഡ് എന്ന് കൊടുക്കുക. ഡിസേബിൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കില്ല, ഡിസേബിൾ ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഒരു ബട്ടൺ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസേബിൾഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു HTML ആട്രിബ്യൂട്ടാണ്. സോ ഡിസേബിൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. സോ അതിനുശേഷം നമുക്കതിൽ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. സോ നമുക്ക് അതിന് മുകളിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു കൈയുടെ ചിഹ്നം വരുന്നതായിരിക്കില്ല. സോ നമുക്ക് മറ്റു എനേബിൾഡ് ആയിട്ടുള്ള ബട്ടൺ മുകളിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, നമുക്കത് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ബട്ടൺ ഡിസേബിൾ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൽ വളരെ ഈസിയായി വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ബട്ടൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.